അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, അതിനെക്കുറിച്ചാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതിശക്തമായിട്ട് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ IDF കേന്ദ്രങ്ങൾ മുഴുവനായിട്ടും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ വിമാനത്താവളം ശക്തിമത്തായിട്ടുള്ള ബോംബാക്രമണത്തിൽ തകർന്നിരിക്കുന്നു എന്നാണ് വാർത്ത. തീർച്ചയായിട്ടും അതിശക്തമായ തിരിച്ചടിയാണ് ഹൂതികളും ഹിസ്ബുള്ളയും ഹമാസും കൂടെ സംയുക്തമായി, ഇറാൻ ഉൾപ്പെടെ 4 കക്ഷികൾ സംയുക്തമായി ഇസ്രായേലിന് നേരെ നടത്തുന്ന മിസൈലാക്രമണത്തിലും ബോംബ് വർഷത്തിലും ആഭ്യന്തരമന്ത്രി യോവ് ഗാലന്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതാനും ചില പത്രങ്ങളുടെ വാർത്തയും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ പ്രാദേശിക പത്രങ്ങളും ഇങ്ങനെ പറഞ്ഞതായ റിപ്പോർട്ടുകൾ ഇന്ത്യ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ അൽ ജസീറയോ മറ്റു പത്രങ്ങളോ ഒന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും അതിശക്തമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിനകത്ത് ധാരാളം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വ്യക്തമായ രീതിയിൽ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, ഒരു അടിയന്തരാവസ്ഥ പോലെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ഉയരാൻ സാധിക്കാത്ത വണ്ണമുള്ള അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണത്തിൽ, സംയുക്തമായ പ്രത്യാക്രമണത്തിൽ, അഥവാ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻ്റ് ഗ്രൂപ്പ് ഉൾപ്പെടെ ഹൂതികളും ഇറാനും ശക്തിമത്തായിട്ടുള്ള പ്രത്യാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ. മാത്രമല്ല, അതോടൊപ്പം തന്നെ യു എസിലെ ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിയുമായിട്ട് സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നു. അതോടൊപ്പം തന്നെ പല വാർത്തകളുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഭയപ്പാടിലാണ്. യഥാർത്ഥത്തിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേലിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത വണ്ണമുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേലിനകത്തുള്ളത്. മാത്രമല്ല, അതോടൊപ്പം ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാനങ്ങളും ഇസ്രായേലിൽ ഇറക്കണ്ട എന്ന വിദേശ രാജ്യങ്ങൾ ഉത്തരവിട്ടതായിട്ട് പറയുന്നുണ്ട്. ടൂറിസ്റ്റുകളോട് ഇസ്രായേലിലേക്ക് ഇപ്പോൾ ഒരിക്കലും നിങ്ങൾ യാത്ര പുറപ്പെടരുത് എന്ന ഒരു വാർത്തയാണ് എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തെ പൗരന്മാരോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയാൻ കഴിയുന്നു. ഇതുവരെ യുദ്ധം തുടങ്ങി 1 വർഷമായിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതോടൊപ്പം അതാത് രാജ്യങ്ങളുടെ പൗരന്മാരൊന്നും തന്നെ ഇസ്രായേലിലേക്ക് ഇപ്പോൾ യാത്ര പുറപ്പെടരുത്, അത്രമാത്രം രൂക്ഷമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനകത്തുള്ളത് എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ എന്താവും സംഭവമെന്നൊന്നും പറയാൻ വയ്യ. അതോടൊപ്പം തന്നെ വെടിനിർത്തുന്നതിനോ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ ആവശ്യമായ ഒരു നടപടിയും UN രക്ഷാസമിതിയോ അതുപോലെ തന്നെ മറ്റു ഇടതുപെട്ട രാജ്യങ്ങളോ അറബ് ഇസ്ലാമിക് കൺട്രീസോ ഒന്നും തന്നെ യുദ്ധം നിർത്തിവെപ്പിക്കുന്നതിനോ വെടിനിർത്തുന്നതിനോ ആവശ്യമായ ഒരു പരിപാടിക്കും അവർ മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും യുദ്ധത്തടവുകാരായിട്ട് ഹമാസിൻ്റെ കയ്യിലുള്ള യുദ്ധത്തടവുകാരെ ഇതുവരെ വിട്ടുകിട്ടുവാനും അതിന് സാധ്യമല്ലാത്തൊരവസ്ഥയിൽ ഇസ്രായേലിൽ അവിടുത്തെ പ്രാദേശികമായി ബന്ദികളുടെ ബന്ധുക്കൾ ശക്തിമത്തായിട്ടുള്ള സമരപ്രഖ്യാപനവും നടത്തി വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത്.